ഓച്ചിറയിൽ പില്ലർ എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് മനുഷ്യച്ചങ്ങല തീർത്തു. ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിലാണ് മനുഷ്യച്ചങ്ങല തീർത്തത്. ദേശീയപാതയിൽ വടക്കേ മുസ്ലിം പള്ളി ജംഗ്ഷൻ മുതൽ കൊട്ടനാട് ജംഗ്ഷൻ വരെയാണ് ചങ്ങല തീർത്തത്. പില്ലർ എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കണമെന്ന ആവശ്യമുന്നയിച്ചാണ് ഓച്ചിറയിൽ മനുഷ്യച്ചങ്ങല തീർത്തത്. ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിലായിരുന്നു മനുഷ്യച്ചങ്ങല. ദേശീയപാതയിൽ വടക്കേ മുസ്ലിം പള്ളി ജംഗ്ഷൻ മുതൽ കോട്ടനാട്ട് ജംഗ്ഷൻ വരെ തീർത്ത മനുഷ്യച്ചങ്ങലയിൽ നിരവധി പേരാണ് പങ്കെടുത്തത്. ഓച്ചിറ ചൂനാട് റോഡിലെ നിലവിലെ അടിപ്പാത മുതൽ റെയിൽവേ സ്റ്റേഷൻ റോഡ് വരെ പില്ലർ എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കുക, ഓച്ചിറ റെയിൽവേ സ്റ്റേഷൻ റോഡിൽ അടിപ്പാത നിർമ്മിക്കുക, ഗുരുമന്ദിരം, തൻവീർ സെൻട്രൽ സ്കൂൾ, വടക്കേ ജുമാ മസ്ജിദ് എന്നിവയ്ക്ക് സമീപം നടപ്പാതയ്ക്കായി അടിപ്പാത നിർമ്മിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മനുഷ്യച്ചങ്ങല തീർത്തത്. ഇതിന്റെ ഭാഗമായി നടത്തിയ സമ്മേളനം പരിസ്ഥിതി പ്രവർത്തകൻ CR നീലകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. ആയിരക്കണക്കിന് കടകൾ, ആശുപത്രികൾ, ദേവാലയങ്ങൾ, സ്കൂളുകൾ അങ്ങനെ തുടങ്ങിയതിന്റെ 2 വശത്തും ആളുകളാണ്. അപ്പുറത്തും ഇപ്പുറത്തേക്കും അവിടെ പോയി മരുന്ന് മേടിച്ച് ഇപ്പുറത്തെ ആശുപത്രിയിൽ പോകുന്ന ആളുകളാണ് നമ്മൾ. 3 പ്രത്യേക രീതിയിൽ കേരളത്തിന് ദോഷകരമാണ്. 1 സാമൂഹ്യ അടിസ്ഥാനത്തിൽ, 2 പാരിസ്ഥിതികമായി, 3 സാമ്പത്തികമായി. 3 തരത്തിലുള്ള ദുരന്തമാണ് ഈ ഹൈവേ ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് ഞങ്ങളെ പോലുള്ളവർ അന്ന് പറഞ്ഞത്. CR മഹേഷ് MLA പദ്ധതി വിശദീകരിച്ചു. ഉണക്കാവുമ്പോൾ പൊടിശല്യം, മിക്ക ആളുകളും ആശുപത്രിയിലും, വെള്ളക്കെട്ടാകുമ്പോൾ വീടിന് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റാത്ത വെള്ളക്കെട്ട്, അശാസ്ത്രീയമായ ഓട നിർമ്മാണം, അങ്ങനെ ദുഃഖത്തിലും ദുരിതത്തിലും എല്ലാം സഹിക്കുകയാണ്. എന്തിന്? ആക്ഷൻ കൗൺസിൽ ചെയർമാൻ മെഹർ ഖാൻ ചേന്നല്ലൂർ അധ്യക്ഷത വഹിച്ചു. ജനങ്ങളുടെ വികാരം കണക്കിലെടുക്കുക തന്നെയാണ് NH അതോറിറ്റി ഈ സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ടേയിരിക്കുന്നത്. നാടിന് വികസനം ആവശ്യമാണ്, പക്ഷേ പൗരന്മാർ ഇവിടെ ജീവിക്കണം. അവരെ വിലയിരുത്താൻ ഈ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞില്ല എന്നുള്ള വസ്തുത. ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K മോഹനൻ, വൈസ് പ്രസിഡന്റ് S ഗീതാകുമാരി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N കൃഷ്ണകുമാർ, വൈസ് പ്രസിഡന്റ് മുബീന നാസിം, BS വിനോദ്, അയ്യാണിക്കൽ മജീദ്, ലീന പ്രവീൺ മേമന, ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, മനു ജയപ്രകാശ്, ഓച്ചിറ താഹ തുടങ്ങിയവർ പങ്കെടുത്തു. അടുത്ത തലമുറയുടെ ഒരു ജീവിത യാഥാർത്ഥ്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് നമ്മുടെ സമരം. ആ സമരം ഏറ്റെടുത്തോണ്ട് പോകേണ്ടത് നമ്മുടെ ഇന്നിന്റെ കടമയാണ്. നാളെ ഇവിടെ നല്ലതിനായി ഇതിന്റെ കടമയാണ് നമ്മൾ ഏറ്റെടുക്കേണ്ടത്. നേരത്തെ മുൻപ് ഇവിടെ MLA പറഞ്ഞതുപോലെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി പറയുകയാണ്, ഈ ധർമ്മസമരം ഓച്ചിറ പഞ്ചായത്ത് ഭരണസമിതി ഐക്യത്തോടെ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ തർക്കമില്ല. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ.